കൊച്ചി മണ്ഡലത്തിൽ നമ്മൾ പോയ സമയത്ത് ചില സൂചനകളൊക്കെ നമുക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടിയിരുന്നു. അത് നമുക്ക് പറയാം, ഒരു എക്സ് ഫാക്ടർ ഉണ്ട്, നേരിട്ട് കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ കൊച്ചി മണ്ഡലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊച്ചി മണ്ഡലം ലത്തീൻ സഭയുടെ വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. അവസാന നിമിഷം വരെ ദീപ്തി എത്തുമെന്ന് നമ്മൾ കരുതി, ദീപ്തമായില്ല, ഷിയാസ് എത്തി. ഷിയാസ് മികച്ച കാൻഡിഡേറ്റ് ആണ്. ഒരു സംഘാടകൻ എന്ന നിലയിൽ, പോരാളി എന്ന നിലയിൽ ഒക്കെ ഷിയാസ് DCC പ്രസിഡന്റ് എന്ന നിലയിൽ ഗുഡ് കാൻഡിഡേറ്റ്. പക്ഷേ അനുയോജ്യനാണോ എന്നുള്ളതാണ് ചോദ്യം. പോസ്റ്ററുകൾ അടിച്ചെങ്കിലും ദീപ്തി ഒരു തരത്തിലുള്ള എറണാകുളത്ത് ബാക്കി എല്ലാ മണ്ഡലങ്ങളും UDF പിടിക്കുമ്പോഴും ഫാൻ ബേസ് ഉണ്ടാക്കി കേട്ടോ. ദീപ്തി മേരി വർഗീസ് അവിടെ അതെ ദീപ്തി മേരി വർഗീസ് ഭയങ്കര ഫാൻ ബേസ് ഉണ്ടാക്കി. ദീപ്തി മേരി വർഗീസേ ഭയങ്കര ഫാൻ ബേസ് ഉണ്ടാക്കി. പക്ഷെ ദീപ്തി ആ മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇപ്പോഴും കരുതുന്നു KJ മാക്സിക്ക് വലിയ വെല്ലുവിളിയാകുമായിരുന്നു. വ്യക്തിപരമായി ഞാൻ കരുതുന്നു. കാര്യം ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ അതിൽ. ഇപ്പോൾ സേവ്യർ ജൂലപ്പനാണ് NDA സ്ഥാനാർത്ഥിയായി കൊച്ചിയിൽ മത്സരിക്കാൻ എത്തുന്നത്. കടുത്ത പോരാട്ടമാണോ എന്നുള്ളതാണ്. നമുക്ക് നോക്കാം ആർക്കാണ് സാധ്യത കൊച്ചിയിൽ. മാക്സി, മുഹമ്മദ് ഷിയാസ്. പോരാട്ടം LDF-ഉം UDF-ഉം തമ്മിലാണ്. പോരാട്ടം LDF-ഉം UDF-ഉം തമ്മിൽ. കൊച്ചി മാക്സി ഓർ ഷിയാസ്, UDF ഓർ LDF. കൊച്ചി UDF. പക്ഷേ ഷിയാസിന് കുറച്ച് സാധ്യത ഞാൻ വിചാരിക്കുന്ന LDF-ന് വളരെ വലിയ സാധ്യതയാണ്. ഞാൻ പറയാം വലിയ സാധ്യത എന്തുകൊണ്ടെന്ന് പറയാം. ഞാൻ എന്റെ ഒരു എക്സ്പെക്ട് പറയട്ടെ. ഈ നമ്മളെല്ലായിടത്തും മുസ്ലിം കൺസോൾട്ടേഷൻ, ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ ലത്തീൻ കൺസോൾട്ടേഷൻ, സാമുദായികം ലത്തീൻ കൺസോൾട്ടേഷൻ ഒരു വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അത് കുറച്ച് വലിയതല്ല, കുറച്ച് അല്ല. രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ. മാക്സി ഉണ്ട്, FCR പെടൂലേ? പെട്ടാലും അത് മാക്സിലേക്ക് എതിരാവില്ല. എന്താ അറിയോ സ്മൃതി, അവിടുത്തെ സാധാരണ വോട്ടർമാരുടെ വീട്ടിൽ പോയി മാക്സിയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് വീട്ടിലെ അംഗത്തെ പോലെ. നമുക്കിത് പുറത്തു നിന്ന് മാക്സിയെ നമുക്കറിയില്ല. മാധ്യമങ്ങളിൽ നിന്ന് ഒരുപാട് വാർത്തകളിൽ നിന്നും മാക്സി വന്നിട്ടില്ല. പക്ഷെ മണ്ഡലത്തിലെ A to Z മാക്സി ഉണ്ട്. ഞാൻ അവിടെ പോയി ചെല്ലുമ്പോൾ അവിടുത്തെ സാധാരണക്കാരെ, കച്ചവടക്കാരെ കണ്ടു, അവിടുത്തെ വലവീശുന്ന മനുഷ്യരെ കണ്ടു, അവിടെയുള്ള ഈ ടൂറിസ്റ്റ് ഗൈഡുകളെ കണ്ടു. മാക്സി മാക്സി മാക്സി. ഞാൻ മാക്സിനെ ഉറപ്പിക്കാനുള്ളൊരു കാരണം, ഓട്ടോറിക്ഷ ഡ്രൈവർമാരിൽ 6 പേരെ കണ്ടതിൽ 4 പേർ UDF വരണം, സംസ്ഥാന സർക്കാർ മാറണം എന്ന് അഭിപ്രായപ്പെട്ടവരാണ്. അപ്പൊ ഞാൻ ചോദിച്ചു മാക്സി മാറണോ എന്ന് ചോദിക്കുന്നത്. മാക്സി മാറരുത്, ഈ മണ്ഡലം ഒഴിച്ച് ബാക്കി മണ്ഡലങ്ങൾ UDF ജയിച്ചോട്ടെ എന്ന് പറഞ്ഞ ആൾക്കാർ ആ മണ്ഡലത്തിലുണ്ട്. ദാറ്റ്സ് എൻ ഇൻഡിക്കേറ്റർ. പക്ഷേ ഹൈബി ഈഡനും പ്രതിപക്ഷ നേതാവും ഒക്കെ ആ പേര് മുഹമ്മദ് ഷിയാസ് എന്ന പേരിലേക്ക് എത്തുന്നത് ദീപ്തി പ്രതീക്ഷിച്ചതാണല്ലോ. അവിടേക്ക് എത്തുന്ന ചില കാരണങ്ങൾ കൊച്ചിയിൽ ഏറ്റവും എറണാകുളം ജില്ലയിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ഏറ്റവും തിരിച്ചടിയാവാൻ പോകുന്ന സ്ഥലം കൊച്ചിയാണ്. കളമശ്ശേരിയിൽ ഷിയാസ് വന്ന് മത്സരിച്ചെങ്കിൽ ചിത്രം ഇതല്ല. മാത്രമല്ല കൊച്ചി ഷിയാസിന് കൊടുക്കുന്നത് കൊച്ചി ഷിയാസിന് പ്രാമുഖ്യമുള്ള മണ്ഡലമായിട്ടല്ല, ഷിയാസിന് മണ്ഡലം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് മാക്സിക്ക് ഗുണകരമാകുന്നത്. ബലാബലം എന്ന് പറഞ്ഞാലും ഞാനത് പൂർണ്ണമായും വിശ്വസിക്കുന്നു മാക്സിക്ക് അനുകൂലമായി. ഒപ്പത്തിനൊപ്പമാണ് ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇത് എങ്ങനെ ഒപ്പത്തിനൊപ്പം വന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ലത്തീൻ സഭയുടെ കൺസോൾ ഞാൻ LDF-നാണ് കൊടുക്കുന്നത്. LDF ആണ്, മാക്സി തന്നെയാണ്.